ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് റോഡിൽ ഓടിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം നമ്മളുടെ കാല് ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് പെഡൽ എന്ന് പറയുന്നത്. എന്നാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ പലർക്കും തന്നെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനും അതുപോലെ റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ തരത്തിലുള്ള യൂസുകളും പലർക്കും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ക്ലച്ചിനെ കുറിച്ച് പലരും തന്നെ ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വീഡിയോ പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബ്രേക്കേ വന്ന് ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ ചവിട്ടുന്നു. ഫസ്റ്റ് ക്ലച്ചിന്റെ യൂസ് വരുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നമുക്ക് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2-3 പോയിന്റ്സ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വരികയാണ്. വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് ഞാൻ ഇവിടെ ബാലൻസ് ചെയ്തു. അതായത് ഇങ്ങനെ ക്ലച്ച് ഇങ്ങോട്ട് അയച്ചു വന്നപ്പോൾ വണ്ടി ഒന്ന് അനങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പതിയെ ക്ലച്ച് താഴോട്ട് താഴ്ത്തി വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിന് തൊട്ട് പുറകിലുള്ള ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ പോയിന്റ് മനസ്സിലാക്കുന്നതിനോടൊപ്പം അടുത്തതായിട്ട് ക്ലച്ചിന്റെ റണ്ണിങ് പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ക്ലച്ചിന്റെ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു ശകലം കാലയക്കുമ്പോൾ ഇതുകൊണ്ട് വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ നീങ്ങാനായിട്ട് ശ്രമിക്കുന്ന പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ വണ്ടി റൺ ചെയ്യുന്നതുണ്ടോ, ഞാൻ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ ഇതുണ്ടോ ക്ലച്ച് പോയിന്റിൽ തന്നെ വണ്ടി റൺ ആയതുകൊണ്ട് നീങ്ങുന്ന ആ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചു. വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചപ്പോൾ ഇതുണ്ടോ വണ്ടി ക്ലച്ചിൽ തന്നെ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറയുന്നത്, ഇങ്ങനെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്നതിനോടൊപ്പം പിന്നെ നിങ്ങൾ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയും നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ക്ലച്ചിൽ തന്നെ എടുക്കണമെന്നല്ല. ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് ഹാഫ് ക്ലച്ചും ക്ലച്ചിൽ വണ്ടി നീങ്ങുന്ന ഒരു ക്ലച്ച് മൂവിങ് പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാഫ് ക്ലച്ച് വന്ന് ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ കൂടെ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ബ്രേക്കേ കാലുണ്ട്, എടുക്കാൻ പറ്റത്തില്ല ബ്രേക്കേന്ന്. ക്ലച്ചേന്ന് റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് ഹാഫ് ക്ലച്ച് പോയിന്റ് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ബ്രേക്കേന്ന് അയച്ചപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഹാഫ് ക്ലച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ശകലം കൂടെ കാല് റിലീസ് ചെയ്തിട്ട് ബ്രേക്കേന്ന് അയച്ചപ്പോൾ ഇത് നോക്കി എൻ്റെ വണ്ടി ചെറിയ കയറ്റത്ത് നിൽക്കുകയാണ് ക്ലച്ചിൽ തന്നെ. അപ്പം ഞാൻ ഇത് ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആക്സിലറേഷൻ മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രൈവിങ്ങിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇനി അടുത്ത ക്ലച്ചിന്റെ യൂസ് വരുന്നത്. ഇത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ സ്പീഡാക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഓരോ ഗിയറും ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ചവിട്ടണം. ഒരു കാരണവശാലും ഹാഫ് ക്ലച്ചോ അല്ലെങ്കിൽ കുറച്ച് മാത്രം ക്ലച്ച് ചവിട്ടരുത്. അങ്ങനെ ചവിട്ടിയിട്ടാൽ നിങ്ങളുടെ വാഹനത്തിന് ഗിയർ ബോക്സിന് കംപ്ലൈന്റ് വരും. നമ്മൾ എപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്താലും മുന്നോട്ട് ഓരോ ഗിയർ ഇടുന്ന സമയത്തും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക. ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, ഡ്രൈവിങ്ങിൽ നമുക്ക് ഇത് കൂടാതെ ക്ലച്ചും ബ്രേക്കും തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യേണ്ട ചില സാഹചര്യം ഡ്രൈവിങ്ങിൽ വരും. അത് പ്രത്യേകിച്ച് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷനിലാണ്. അതായത് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ, സ്ലോ ആകുന്ന സിറ്റുവേഷൻ അല്ല, സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ. ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡിൽ വരികയാണ്. സെക്കൻഡിൽ വന്നതുകൊണ്ട് ഈ ഒരു റോഡ് ഇങ്ങനെ കയറി ഇവിടെ വന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി ഞാൻ ഇങ്ങനെ തേർഡിലേക്ക് ഇട്ടു. ഇങ്ങനെ തേർഡിലേക്ക് ഇട്ട് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ എതിരെ ഒരു ബസ്സോ ലോറിയോ വരുവാണെന്ന് നിങ്ങൾ കരുതുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. എൻ്റെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ബ്രേക്കിനോടൊപ്പം എന്ത് ചെയ്തു, ക്ലച്ചും കൂടെ ചവിട്ടിയതുകൊണ്ട് വണ്ടി സ്ലോ ചെയ്തു. ഇത് റണ്ണിങ് ഇങ്ങനെ കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുകൊണ്ട് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത്, അതായത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് വണ്ടി നീക്കി. വീണ്ടും നമുക്കിതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ വീണ്ടും
വീണ്ടും ഇടുങ്ങിയ ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ബ്രേക്കിനോടൊപ്പം ഇതുകൊണ്ടോ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി സ്ലോ ചെയ്തതുകൊണ്ട് സൈഡൊക്കെ ചിലപ്പോൾ ഒതുക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പലരും ചെയ്യുന്നത് എന്താണ്? ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടി കൊടുക്കും, ക്ലച്ച് ചവിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? വാഹനം ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം നിങ്ങളുടെ വണ്ടി എപ്പോഴൊക്കെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നോ അവിടെയെല്ലാം നിങ്ങൾ ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഇപ്പം വാഹനം ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഗിയർ ഡൗൺ ചെയ്യണം. അതുകൊണ്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്നത്. അതായത് ക്വിക്കായിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു. അതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇതുകൊണ്ട് ക്ലച്ചിലേക്ക് വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് റണ്ണിങ് നിലനിർത്തി ഇതുകൊണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡ്രൈവിങ്ങിൽ വ്യത്യസ്ത രീതികളിൽ ക്ലച്ചിനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ ക്ലച്ച് യൂസ് ചെയ്യേണ്ടത്? ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വണ്ടി നിർത്തേണ്ടത്, അതോ നമ്മൾ ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്തുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തേണ്ടത്? ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് റോഡിലെ സാഹചര്യവും വണ്ടിയുടെ വേഗതയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന് തീരുമാനം എടുക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ആവറേജ് ഇതുകൊണ്ട് ഒരു 30 കിലോമീറ്റർ അടുത്ത് വേഗതയിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി ഇതാണ് ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ വാഹനം ഞാൻ ഇവിടെ സൈഡിലേക്ക് ഒതുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്? കാരണം എൻ്റെ വണ്ടി ഓൾറെഡി ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് രണ്ടാമത് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തി എന്നിട്ട് ഇതുകൊണ്ട് സൈഡ് ഒതുക്കി നിർത്തിയിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ചതുകൊണ്ട് വാഹനം ഞാൻ സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുകയാണ്. മനസ്സിലായോ? ഇനി നമ്മൾ ഒരു വാഹനം പതുക്കെ നിർത്തി മുന്നോട്ടെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നത് ഇതുകൊണ്ട് ഹാഫ് ക്ലച്ച് വണ്ടി വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുത്തു. ഇനി എനിക്ക് വണ്ടി നിർത്തണമെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് രണ്ടാമത് ബ്രേക്കിലേക്ക് വന്നാൽ മതി. കാരണം എൻ്റെ വണ്ടി സ്പീഡിലല്ല, വണ്ടിയുടെ വേഗത കുറവാണ്. അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി നിർത്താനായിട്ട് ആദ്യം കയറി ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹാഫ് ക്ലച്ച് പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. എന്നിട്ട് വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ച് ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി സൈഡ് ഒതുക്കി നിർത്തുക. ഇനി നമ്മുടെ വണ്ടി ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ നിർത്തി പതുക്കെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വണ്ടിയുടെ വേഗത ഇല്ലല്ലോ ഓൾറെഡി, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ക്ലച്ച് ചവിട്ടാൻ രണ്ടാമത് ബ്രേക്കിലേക്ക് വരാം. അങ്ങനെ വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.